യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തയിലൂടെ കടന്നുപോകാൻ തക്കോണം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിച്ചല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീകമായ ചിന്തകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആത്മീകമായ ജീവിതത്തിന്, അതേ ദൈവത്തോടുള്ള ബന്ധത്തിന് വളരെയധികം സഹായകരമായി തീർന്നു എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഈ ദിവസങ്ങളിലായി നമ്മൾ വായിക്കുന്നതായ വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം. അതേ അബ്രഹാമിനോട് ദൈവം സംസാരിക്കുന്നതും അബ്രഹാമിനും തൻ്റെ ഭാര്യയായ സറയ്ക്കും ദൈവം നൽകിയതായ ആ വാഗ്ദത്തത്തെ എങ്ങനെയാണ് ദൈവം ഓർമ്മിപ്പിക്കുന്നതെന്നും നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പരിശോധിക്കാൻ പോകുന്നത്, അതേ ദൈവം അബ്രഹാമിനോട് സംസാരിക്കുമ്പോൾ അബ്രഹാം അതേ ദൈവത്തോട് പ്രതികരിച്ചതായ രീതിയാണ് എന്ന് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, അബ്രഹാം ഈ കാര്യങ്ങളൊക്കെ ദൈവത്തോട് സംസാരിക്കുന്നു, ദൈവം തിരിച്ച് സംസാരിക്കുന്നു എങ്കിലും അബ്രഹാമിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചുള്ള ചില വളരെ പ്രധാനപ്പെട്ട സൂചനകൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ ദൈവം അബ്രഹാമിനോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. അതായത് ഇസ്മായിലിനെ കുറിച്ചും നീ എന്നോട് ചെയ്തതായ അപേക്ഷ ഞാൻ കേട്ടിരിക്കുന്നു. അത് 20-ാമത്തെ വാക്യത്തിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അബ്രഹാം, നമുക്ക് ഈ വേദഭാഗങ്ങളെല്ലാം കാണാൻ കഴിയുന്നത് അബ്രഹാം പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിട്ടല്ല. പക്ഷേ ദൈവം ഇവിടെ അബ്രഹാമിനെ കുറിച്ച് ഒരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ നമുക്ക് നൽകി തരികയാണ്. അബ്രഹാം ഹി വാസ് എ മാൻ ഓഫ് പ്രയർ. അവൻ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. തൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ദൈവത്തോട് നല്ലവണ്ണം പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെയാണെങ്കിൽ അബ്രഹാമിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ടാണ് ദൈവം അവന് പ്രത്യക്ഷമായിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പല ആളുകളും ചിന്തിക്കുന്നത്, ദൈവം എനിക്ക് പ്രത്യക്ഷമാകുക എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചോളാം, ദൈവം ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചോളാം. അങ്ങനെയല്ല. ദൈവത്തെ വിശ്വസിക്കുവാനും ആ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും സംസാരിക്കുവാനും നമുക്ക് സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മളോട് ഇടപെടുന്നതായ ദൈവമാണെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അബ്രഹാമിന് ഹാഗാറിലുണ്ടായ അതേ ആ മകനായ ഇസ്മായിലിനെ കുറിച്ചും അബ്രഹാം ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു എന്നുള്ളത് അബ്രഹാമിൻ്റെ ഇൻറ്റഗ്രിറ്റി, അതേ അബ്രഹാം തൻ്റെ ദാസിയായ ഹാഗാറിനോടും അതേപോലെ തന്നെ ഹാഗാറിൽ തനിക്കുണ്ടായ ആ കുഞ്ഞിനെക്കുറിച്ചുള്ള കരുതൽ, അതേ ആ ഒരു വിശ്വസ്തത, ആ വിശ്വസ്തതയിൽ നിന്ന് അബ്രഹാം ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കണം. നമ്മുടെ ബന്ധങ്ങളിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. ദൈവത്തോട് നമ്മൾ വിശ്വസ്തരായിരിക്കണം. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. ഒരുപക്ഷെ നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്, അതൊക്കെ ദൈവം നോക്കുമോ? ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനമായിട്ടുള്ള ആ ഒരു ബന്ധം ദൈവത്തിന് എന്താണ് അത്രത്തോളം കൺസേൺ എടുക്കാനുള്ള കാരണം? ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മളുടെ ബന്ധങ്ങളിലും ആ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ ഇപ്രകാരം ദൈവവചനത്തിൽ നിന്ന് സംസാരിപ്പാനിടയായി തീർന്നു. അബ്രഹാം ഹി വാസ് ലിവിങ് ബിഫോർ ദ ലോർഡ്. അവൻ ദൈവത്തിൻ്റെ മുമ്പാകെ ജീവിക്കുകയായിരുന്നു. തൻ്റെ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ അവൻ ദൈവത്തിൻ്റെ മുമ്പാകെയായിരുന്നു ജീവിച്ചത്. തൻ്റെ ജീവിതം ദൈവത്തിന് മുമ്പാകെ ഓപ്പണായി ഇരിക്കുന്നതായ ഒരു ജീവിതമായിരുന്നു. അതുകൊണ്ട് അബ്രഹാമിൻ്റെ ജീവിതത്തിലെ സകല വിഷയങ്ങളും ദൈവത്തിനറിയാം. അബ്രഹാമിൻ്റെ പ്രാർത്ഥന, അതേപോലെ തന്നെ അബ്രഹാമിന് തൻ്റെ ബന്ധങ്ങളിലുള്ള വിശ്വസ്തത, ഇതെല്ലാം തന്നെ ദൈവത്തിന് നല്ല ബോധ്യമുണ്ട്. നമ്മളും അതേ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ നമുക്കുണ്ടായിരിക്കണം. അതായത് ദൈവത്തോടുള്ള ബന്ധത്തിലും അതേപോലെ തന്നെ മനുഷ്യരോടുള്ള ബന്ധത്തിലും നമ്മൾ വിശ്വസ്തരായിരിക്കണം എന്ന് മാത്രമല്ല, ദൈവം നമ്മുടെ വിശ്വസ്തതയെ അംഗീകരിക്കണം. അതേ ദൈവം അത് നമുക്ക് നീതിയായി കണക്കിടണം. അബ്രഹാമിൻ്റെ ജീവിതത്തിലും അങ്ങനെ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് നമ്മൾ അടുത്ത വാക്യത്തിലേക്കാണ് കടക്കുവാൻ ആഗ്രഹിക്കുന്നത്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അതേ നീ ഇസ്മായിലിനെ കുറിച്ച് പ്രാർത്ഥിച്ചതായ പ്രാർത്ഥന ഞാൻ കേട്ടു. എന്നിട്ട് ആ 20-ാമത്തെ വാക്യത്തിൻ്റെ 2-ാം ഭാഗത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഞാൻ അവനെ അനുഗ്രഹിച്ച് അത്യന്തം സന്താന പുഷ്ടിയുള്ളവനാക്കി വർദ്ധിപ്പിക്കും, അവൻ 12 പ്രഭുക്കന്മാരെ ജനിപ്പിക്കും, ഞാൻ അവനെ വലിയൊരു ജാതിയാക്കും. നോക്കൂ, ഇസ്മായിലിനെ കുറിച്ച് ദൈവം വളരെ വ്യക്തമായൊരു സന്ദേശം പറയുന്നു. ഞാൻ അവനിൽ നിന്ന് 12 പ്രഭുക്കന്മാരെ എഴുന്നേൽപ്പിക്കും. ഈ പ്രഭുക്കന്മാർ എന്ന് പറയുന്നത് അതേ യാക്കോബിന് 12 മക്കൾ എന്ന പോലെ ഇസ്മായിലിനും ദൈവം
12 മക്കളെ കൊടുത്തു. അവരിലൂടെയാണ് ഈ അറബി വംശങ്ങൾ ഉണ്ടായത്, അല്ലെങ്കിൽ അറേബ്യൻ മതം എന്ന് വിളിക്കാൻ കഴിയുന്നതായ ഇസ്ലാം ഉണ്ടാകുവാനിടയായി തീർന്നത്. നോക്കൂ, ഇതെല്ലാം തന്നെ വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. പക്ഷേ അടുത്തതായിട്ട് ദൈവം പറയുന്നൊരു കാര്യമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. എൻ്റെ നിയമം ഞാൻ ഉറപ്പിക്കുന്നതോ ഇനിയത്തെ ആണ്ട് ഈ സമയത്ത് സാറ നിനക്ക് പ്രസവിപ്പാനുള്ള ഇസ്ഹാക്കിനോട് ആകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്ഹാക്കിനോടാകുന്നു ഞാൻ എൻ്റെ നിയമം ഉറപ്പിക്കുന്നത്. ഏത് നിയമം? അബ്രഹാമിനോട് ചെയ്ത നിയമം ദൈവം ഉറപ്പിക്കുന്നത് ഇസ്മയിൽ കൂടെയല്ല, മറിച്ച് ദൈവം ഉറപ്പിക്കുന്നത് ഇസ്ഹാക്കിലൂടെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? കാരണം ഇസ്ഹാക്ക് ദൈവത്തിന്റെ വാഗ്ദത്ത സന്തതിയാണെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. അതായത് ദൈവത്തിന്റെ വാഗ്ദത്തത്താൽ ജനിച്ച സന്തതിയാണ് അത് ഇസ്ഹാക്ക്. ഒരുപക്ഷെ ഈ ഒരു സ്ഥാനത്ത് പലരും ചോദിക്കും, ഇസ്മയേൽ വാഗ്ദത്ത സന്തതി അല്ലേ? അല്ല, ഇസ്മയേൽ ഒരിക്കലും വാഗ്ദത്ത സന്തതി അല്ല. എന്തുകൊണ്ടെന്നാൽ അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തം തൻ്റെ ഭാര്യയായ സാറായിൽ നിന്നും ജനിക്കുന്ന മകനാണ് അതേ വാഗ്ദത്ത സന്തതി എന്ന് മാത്രമല്ല, അവനിലൂടെയാണ് ദൈവം അബ്രഹാമിന് ചെയ്തതായ ഉടമ്പടികളെ ഉറപ്പിക്കുന്നത്. എന്നാൽ എന്താണ് അബ്രഹാമിന് സംഭവിച്ചത്? ഈ ഇസ്മയേൽ എന്നുള്ളത് ദൈവത്തിന്റെ കാര്യപരിപാടിയിൽപ്പെട്ട ഒന്നായിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഇസ്മയേൽ ഉണ്ടാകാൻ കാരണം അതേ സാറായിയുടെ ധൃതിയായിരുന്നു. തൻ്റെ ഭർത്താവായ അബ്രഹാമിന് ഒരു ആശ്വാസം ലഭിക്കണം എന്നുള്ള ചിന്തയോടുകൂടെ സാറായിയുടെ ഹൃദയത്തിലുണ്ടായ ഒരു ബുദ്ധിയായിരുന്നു ഹാഗാറിനെ അബ്രഹാമിന് ഭാര്യയായി കൊടുക്കുക എന്നുള്ളതും, അതേപോലെ തന്നെ അബ്രഹാമിന് ഹാഗാറിൽ ഇസ്മയേൽ ഉണ്ടാവുക എന്നുള്ളതും. ഇതൊന്നും ദൈവത്തിന്റെ പദ്ധതികളല്ല. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന്റെ വാഗ്ദത്തം എപ്പോഴും ദൈവത്തിന്റെ വചനവുമായി ബന്ധപ്പെട്ട നമ്മളുടെ ചിന്താഗതികളോ നമ്മുടെ പ്ലാനുകളോ ഒന്നും തന്നെ ദൈവത്തിന്റെ പദ്ധതികളായിട്ടും മാറുകയില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കാറുള്ളത്? ദൈവത്തിന്റെ പ്രവൃത്തി താമസിക്കുന്നു എന്ന് തോന്നുമ്പോൾ നമ്മൾ നമ്മളുടേതായിട്ടുള്ള നിലയിലുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നു, ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ദൈവം എന്നെ മാനിക്കും. നോ, ഇല്ല, ദൈവം നമ്മളെ മാനിക്കുകയല്ല. മറിച്ച് നമ്മൾ ചെയ്തതായ ആ പ്രവൃത്തിയുടെ സകലവിധമായ തിക്താനുഭവങ്ങളും നമ്മൾ അനുഭവിച്ചേ മതിയാവുകയുള്ളൂ. ചില ആളുകൾ ദൈവത്തെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചും അതേ യഥാർത്ഥത്തിൽ സത്യം എന്താണെന്നുള്ളത് ഗ്രഹിച്ചറിഞ്ഞിട്ടും അവരുടേതായിട്ടുള്ള കണക്ക് കൂട്ടലുകൾ എന്താണ് അവർ ചിന്തിക്കുന്നത്? അവർ മാനുഷികമായി ചിന്തിക്കുന്നു. ഞങ്ങൾ ഈ സത്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്കുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കണക്ക് കൂട്ടിയിട്ട് അവർ അവരുടേതായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് അവരുടെ ജീവിതത്തിൽ വലിയ വലിയ പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ ദൈവം അതിന് ഉത്തരവാദിയാവുകയില്ല. പക്ഷെ ദൈവം ഉത്തരവാദിയാകും എപ്പോൾ? നമ്മൾ ചെയ്തതായ ആ പ്രവർത്തികളിൽ അനുതപിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്ന് അതേ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായ ആ ഉദ്ദേശത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് വ്യത്യാസപ്പെടുത്തുവാൻ സാധിക്കും. എന്നാൽ അബ്രഹാമിന് അങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടായില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ സാറായിയുടെ ഹൃദയത്തിൽ തോന്നിയതായ ആ ഒരു ചിന്താഗതി അതേ അബ്രഹാം ആഗ്രഹിക്കാത്തതായ, ദൈവം ആഗ്രഹിക്കാത്തതായ ഒരു പുത്രൻ ആ ഭവനത്തിൽ ജനിക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. പക്ഷെ അബ്രഹാമിന്റെ പ്രാർത്ഥന വ്യത്യസ്തമായിരുന്നല്ലോ. അബ്രഹാം ഇസ്മായിലിനെ കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ദൈവം തീർച്ചയായിട്ടും തനിക്ക് വാഗ്ദത്ത സന്തതിയെ തരും. പക്ഷെ ഇസ്മായിലിനെ കുറിച്ചുള്ള ചിന്ത അബ്രഹാമിന്റെ ഉള്ളിൽ വളരെ വലുതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, അബ്രഹാമെ ഭാരപ്പെടേണ്ട, ഞാൻ ഇസ്മായിലിനെ അനുഗ്രഹിക്കും. അവനിൽ നിന്ന് ഞാൻ 12 പ്രഭുക്കന്മാരെ അതെ ഞാൻ എഴുന്നേൽപ്പിക്കും. പ്രിൻസസ് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവനെ ഞാൻ സന്താന പുഷ്ടിയുള്ളവനാക്കുമെന്നും വിശുദ്ധ വേദപുസ്തകം പറയുന്നു. പക്ഷേ ഞാൻ എൻ്റെ ഉടമ്പടി, നിന്നോടുള്ള എൻ്റെ ഉടമ്പടി ഉറപ്പിക്കുന്നത് ഇസ്ഹാക്കിലൂടെ ആയിരിക്കും. ഞാൻ നിങ്ങളോട് പറയട്ടെ, അതേ ദൈവത്തെ അനുസരിച്ച് ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥമായിട്ടും ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നതായ ആ ഉദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് സമർപ്പിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എനിക്കറിയാം ഇത് വളരെ ഗൗരവമുള്ള ഒരു സന്ദേശമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടേതായിട്ടുള്ള ബുദ്ധിയിൽ, നമ്മുടേതായിട്ടുള്ള പ്ലാൻസിൽ നമ്മൾ പല കാര്യങ്ങളും ചിന്തിച്ച് അതേ നമ്മൾ ഒരുക്കിയെടുക്കാറുണ്ട്. പക്ഷെ അതൊന്നും ദൈവം ആഗ്രഹിക്കുന്നല്ല എന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ വഴിയിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മെ ഒരു അനുഗ്രഹമാക്കുവാൻ ദൈവത്തിന് സാധിക്കും. അതിനായി നമുക്ക് നമ്മളെ തന്നെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം.
സ്വർഗീയ പിതാവേ, എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവെ, അബ്രഹാം തൻ്റെ ജീവിതത്തിൽ അതേ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ പൂർണ്ണമായിട്ടും അത് ഉൾക്കൊള്ളുവാനോ അതിനുവേണ്ടി കാത്തിരിക്കുവാനോ കഴിയാതെ വളരെ അക്ഷമരായി മാറിയ അനുഭവങ്ങൾ, തൻ്റെ ഭാര്യയായ സാറായി തൻ്റെതായിട്ടുള്ള ചിന്തകളും പ്ലാനുകളാൽ കർത്താവെ അവൾ പല കാര്യങ്ങൾ ചെയ്യുകയും അതെല്ലാം തന്നെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് പുറത്തായിരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലും ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിപ്പാനും ക്ഷമയോടുകൂടെ ദൈവത്തിനായി കാത്തിരിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ. ഈ വചനം കേട്ട ഏവരും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് ആത്മീയമായി കൂട്ടാൻ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനും ഞങ്ങളെ വിളിക്കാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.